ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നവനാടാ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പെരവാസ്തോലിക്ക് വന്നത്. എന്തായാലും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്താൻ പറ്റി. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വെഞ്ചിരിപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥന നടക്കുക. ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും എല്ലാം ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പെരക്കി വിട്ട് അനാമ്പളമൊക്കെ തളിച്ചിട്ട് തിരിച്ചു വന്ന് വീണ്ടും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ഒന്നിലധികം പേര് ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ടു. അല്ലെങ്കിലും പ്രാർത്ഥന വഴി തുറക്കുമെന്നാണല്ലോ. യായും അമ്മവും ഇവിടെ നിന്ന് പ്രാർത്ഥന അറ്റൻഡ് ചെയ്തു. അതിനുശേഷം പ്രാർത്ഥന അവസാനിപ്പിച്ച് അച്ഛൻ സ്തുതിയൊക്കെ കൊടുത്തു. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതിയൊക്കെ കൊടുത്തു. അടുപ്പത്ത് തീ പിടിപ്പിക്കാനുള്ള തീക്കായിട്ട് അച്ഛൻ മെഴുകുതിരിയിലേക്ക് തീ പകർന്ന് കൊടുത്തു വിട്ടു. ശേഷം അടുപ്പത്ത് തീ കത്തിച്ച് പാല് കയറ്റി കേട്ടോ. അല്ലെങ്കിൽ ഈ പാൽ അടുപ്പേ വെച്ചിട്ട് നോക്കിയെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ തിളക്കിയല്ല. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് മാറി അപ്പം തിളക്കി. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ പാലൊക്കെ നല്ല തിളച്ചു പൊങ്ങി. ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി പാലൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തു. ഞാനും യായും അമ്മും എല്ലാവരും കഴിച്ചു. അങ്ങനെ പാല് കുടിച്ചോണ്ടിരുന്നപ്പോൾ യായും അവിടെ ഒരു ഊഞ്ഞാല ഉണ്ട്. പിന്നെ യാവിന് ഊഞ്ഞാല കയറണം. യാവിനെ കൊണ്ട് ഊഞ്ഞാല എഴുതി കളിപ്പിച്ചപ്പോൾ ഒരു ഫ്രണ്ട് വന്നു. വേറൊരു ഫ്രണ്ടിനെ കളിയാക്കാൻ വാ കൊച്ചിനും തരാമെന്ന് ചോദിച്ചു. യായും എന്ത് ചെയ്താൽ ഊഞ്ഞാല നീക്കുന്നില്ല. എന്നിട്ട് രണ്ടും കഴിപ്പിച്ച് ഊഞ്ഞാല എടുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വീണ്ടും തിരിച്ച് ഊഞ്ഞാല കയറാന്ന് പറഞ്ഞ് ബഹളമായി. പിന്നെ ഊഞ്ഞാല തന്നെ ഇരുത്തി. ഇവിടുത്തെ അമ്മയുടെ ഫ്രണ്ട്സായി വരുന്നത്. അമ്മയ്ക്കുള്ള എന്തോ വലിയ ഗിഫ്റ്റ് ആയിട്ടുള്ള വരവാണ് കേട്ടോ ഇത്. പരിപാടിയൊക്കെ തുടങ്ങിയതിന് ശേഷം വന്നുകൊണ്ട് തന്നെ ഇവരുടെ ആ വരവ് അവിടെ എല്ലാവരും നോക്കി തന്നെ നിന്നുപോയി. വലിയ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും വന്നറിയാതെ യായു ചേട്ടാടോടെ പോയി അവളെ കിട്ടിയ ബിസ്ക്കറ്റൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് തിരിച്ചു പോയി നൈസായിട്ട് വന്നിട്ടുണ്ട്. പെരയുടെ അകമൊക്കെ ഒന്ന് കാണാം. കയറുമ്പോൾ തന്നെ കാണുന്നത് ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂമിന്റെ തൊട്ടപ്പുറത്തുള്ള ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാൾ ഒരു പാർട്ടീഷൻ പോലെ തിരിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു മുറിയാണ്. മുറിക്കകത്തോട്ട് കയറാൻ നിന്നപ്പോൾ അതിനകത്ത് ആളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സൈഡിൽ നിന്നിട്ട് ഫുള്ളൊന്ന് എടുത്തോളൂ. ആകെ മൊത്തം 4 റൂമുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ റൂമിലേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ റൂമേ. രണ്ടാമത്തെ റൂമിനോട് തന്നെ ചേർന്ന് കിടക്കുന്നതാണ് മൂന്നാമത്തെ റൂം. ഈ 1, 2, 3, 4 ഞാൻ വെറുതെ ഒരു എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. അതുപോലെ തന്നെ 4ാമത്തെ റൂമിൽ കയറാൻ പറ്റില്ല. ആ റൂമിൽ ഫുൾ ആളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഇൻട്രോവേർട്ടും കൂടെ ആയതുകൊണ്ട് ഞാൻ കയറിയില്ലേ. 2, 3 റൂം ഒരു നൈസ് ഒരു പാർട്ടീഷനോട് കൂടി കേട്ടോ ചെയ്തേക്കുന്നത്. ഇത് ലിവിംഗ് റൂം തന്നെയാണ്. ഇതാണ് കിച്ചണ്. കിച്ചണിലേക്ക് കയറുമ്പോൾ 2 ചേച്ചിമാർ എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. കിച്ചണിൽ കബോർഡ്സ് ഉണ്ട് കേട്ടോ. മേളിലും താഴെയും കബോർഡ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയിൽ ഇതുപോലെ തന്നെ മേളിലും താഴെയും കബോർഡ്സ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റൗ ഉണ്ട്, സിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ വർക്ക് ഏരിയയിലാട്ടോ വെച്ചേക്കുന്നത്. ആകെ മൊത്തത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നൈസ് വീട്. ഫുള്ളൊന്നും കണ്ടിട്ട് എല്ലാവരെയും കണ്ട് കുറച്ചു നേരം വർത്താനം കൂടെ പറഞ്ഞു തന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ പോയി ഇറങ്ങി.